അപ്പൊ പുതിയൊരു ചിമിട്ടം പരിപാടിയായിട്ട് വരുവാണ്. തളർത്താൻ 100 പേര് വരും, ചിരിക്കാൻ 1000 പേർ വരും. അവരൊക്കെ വന്ന പോലെ പോയിക്കോളും. നമ്മുടെ പരിപാടി ശകലം ചിരിപ്പിക്കാനാണ്. ചിരിക്കുമോ എന്ന് നോക്കാം. തുടങ്ങിയേക്കാം അടിപൊളി ലോകം. ഇന്ന് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളും ആപ്പുകളും അതിന്റെ സാധ്യതകളും എല്ലാം അരച്ച് കലക്കിയുള്ള പ്രയോഗം കൊണ്ട് ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയി പോകും. ഈ കാണുന്ന പോലെ. പിള്ളേര് തീ തന്നെ. ഇപ്പോഴും ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. ഇനി കാണിക്കുന്ന കുറച്ച് വീഡിയോസ് കാണുമ്പോൾ ഈ അനുകൂലിക്കുന്നവർ കൂടുതൽ അനുകൂലിക്കുകയും പ്രതികൂലിക്കുന്നവർ ഒന്ന് ചിന്തിക്കുകയും ചെയ്യും. പൊന്നളവി പെണ്ണുമ്പളെ എന്റെ പണിയെടുപ്പിച്ച് കൊല്ലുമല്ലോ. രാവിലെ തുടങ്ങിയതാണ് എന്റെ കഷ്ടപ്പാട്. തുണിമണയ്ക്ക് മനുഷ്യരെ കൈയൊടിയറേ. ഫാമിലിസത്തൊന്നും പൊതുവെ അത്ര പോരാ. എന്റെ അച്ഛൻ കാർത്തിയായ ഒരു രാജാവായിരുന്നെങ്കിൽ മറ്റൊരു അറ്റ്ലീസ്റ്റ് ഒരു അയൽക്കൂട്ടെങ്കിലും വെച്ചൂടെ. ഇനി ഞാൻ വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഗ്ലൂക്കോസ് പൊടിക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടി എനിക്ക് ഐലൈനർ ഇടാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞു കുട്ടി ഐലൈനർ ഇടാൻ കഷ്ടപ്പെടുക. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലം ഓർത്തുപോകും അല്ലേ? ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നല്ലേ പഴമക്കാർ പറയുന്നത്? അങ്ങനെ ഒരു കെയറിംഗ് ആണ് നമ്മുടെ മുന്നിൽ പൂച്ചസാറും പട്ടിസാറും കാഴ്ചവെക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. ഇതാണ് സൗഹൃദം. ഇതാവടപെടാ സൗഹൃദം. ഇതൊക്കെ കോമൺ ആണെന്നല്ലേ നിങ്ങളിപ്പോ പറയാൻ വന്നത്? എന്നാൽ മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കണ്ടു നോക്കും. ഫ്രഷല്ലേ? ഇത് മാത്രമല്ല, മുഖത്ത് നവരസങ്ങൾ വരുന്ന പട്ടിസാറിനെ കാണണം. അത് നമ്മുടെ കയ്യിലുണ്ട്. മേക്കപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്നാൽ ഇവിടെ ഒരാൾക്ക് അതും ഇഷ്ടമാണ്. മേക്കപ്പ് കൂടി പോയോ ചേട്ടാ? കളക്ടർ ബ്രോ. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഗോവൻ സ്വാമിയുടെ സമാധിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കളക്ടർ ബ്രോയും ചർച്ചാ വിഷയമായിരുന്നു. ഈ കളക്ടറിന്റെ ഐഡി കിട്ടാൻ എന്താ വഴി? ഈശ്വരാ, കളക്ടർ സിംഗിൾ ആയിരിക്കണേ. ഈ കളക്ടറിനെ കാണാൻ ഒരവസരം ഒരുക്കിയ ഗോവൻ സ്വാമിക്കും കുടുംബത്തിനും ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും. ഇത്ര വെപ്രാളപ്പെട്ട് സമാധി തുറക്കണ്ട എന്നാണ് എന്റെ ഒരു ഇത്. കളക്ടർ ഡെയിലി വന്ന് ചർച്ചയിൽ പങ്കെടുക്കട്ടെ. എന്താണ് കളക്ടർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാമല്ലോ. അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, കളക്ടർ ബ്രോയുടെ ഗേൾസ് ഫാൻസ് പറഞ്ഞതാണ്. 2025 തൂക്കിയ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ഇക്കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചേ? ഇതിപ്പോ ജനുവരി തീരാറായി. സമയം അങ്ങ് പറക്കുക ഇല്ലയോ? അത് പോവട്ടെ. തൽക്കാലം നമ്മുടെ അടിപൊളി ലോകം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ണിക്കണ്ണൻ മംഗലുണ്ടാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ എന്താണ് പറഞ്ഞത്? സങ്കടപ്പെടണ്ട, സങ്കടപ്പെട്ട സങ്കടം കേൾക്കാൻ ആരുമില്ല. നിങ്ങൾ ആ സങ്കടത്തിനെ ഒരു പുഞ്ചിരിയാക്കിയിട്ട് നേരെ അങ്ങോട്ട് മുന്നിലേക്ക് അങ്ങോട്ട് നടക്കുക. കപ്പ് മുഖ്യം ബിഗിലേ. ശുഭദിനം.